സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ നമുക്കൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ നിങ്ങളുടെ യൂണിറ്റിൽ. എന്താണത്? അക്കോർഡിംഗ് ടു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, partnership is a relationship between persons who have agreed to share profit of a business carried on by all or any one of them acting for all. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. പാർട്ട്ണർഷിപ്പ് എന്താ നിങ്ങൾക്ക് ചോദിച്ചാൽ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മീനിങ് അറിഞ്ഞിരിക്കണം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1935 പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് വരുന്നത്. 1932 ആണ്. പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ ആക്ട് ഏതാണ്? പാർട്ട്ണർഷിപ്പ് ആക്ട്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. അപ്പൊ 1932 പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് വരുന്നത്. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാല്? ഒന്നെങ്കിൽ ഒരാള് അല്ലെ, ഒന്നെങ്കിൽ രണ്ടാള് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ഒരു ബിസിനസ് തുടങ്ങാം. പ്രോഫിറ്റും ഷെയറും അവർ പറയുന്ന ഒരു റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണ്ടേ? ഒരു അഗ്രിമെന്റിൽ സൈൻ ചെയ്യണ്ടേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇത്ര പാർട്ട്നേഴ്സ് ആണ്, ഇപ്പോ ABCD പറഞ്ഞിട്ട് 4 പാർട്ട്ണറാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 4 ആൾക്കാരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലോസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതി സൈൻ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എസ്സേക്ക് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് വേണ്ടത്? നെയിം ഓഫ് എ ഫേം, നിങ്ങൾ തുടങ്ങുന്ന ബിസിനസിന്റെ പേര്. ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സിന്റെ പേരെന്താണ്, അവരുടെ അഡ്രസ് എന്താണ്. പിന്നെ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റൈൽ ആണോ, അല്ലെങ്കിൽ എന്താ റെസ്റ്റോറന്റ് ആണോ, അങ്ങനെ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ, എത്ര എമൗണ്ട് ആണ് ഓരോ പാർട്ട്ണറും കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലെ. എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ എന്താ റേഷ്യോക്ക് അനുസരിച്ച് ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ദ പാർട്ട്നേഴ്സ് ലോൺ, പാർട്ട്നേഴ്സ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പിന്നെ പ്രോഫിറ്റും ലോസും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളില്ല, ഡിസ്പ്യൂട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയൊക്കെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. ഡ്രോയിങ്സ് ഓഫ് പാർട്ട്ണർ, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമുക്ക് വേണ്ടത് അല്ലെ. ഇനി റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്തൊക്കെ റൂള് നമ്മൾ ഫോളോ ചെയ്യണം അതത്ര അങ്ങനെ ചോദിച്ച് കാണാറില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ നമുക്ക് കണ്ടന്റ് ആണ് ചോദിക്കാറ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തിയറി പാർട്ടാണ്. ഇനി നമുക്ക് ഇതിന്റെ പാർട്ട്ണർഷിപ്പിന്റെ പ്രോബ്ലം പാർട്ടിലേക്കാണ് പോകാനുള്ളത്. പാർട്ട്ണർഷിപ്പ് എന്താന്ന് നമ്മൾ പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താന്ന് പറഞ്ഞു, ഇനി നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 2 രീതിയിൽ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലും, അങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? The capital account of a partner may be maintained either on fixed capital system or fluctuating capital system. Fixed capital systemത്തിലോ അല്ലെങ്കിൽ fluctuating capital systemത്തിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോ പാർട്ട്ണറുടെ കൺവീനിയന്റിന് അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യാറ്. അപ്പൊ ഈ 2 മെത്തേഡും ഇമ്പോർട്ടന്റ് ആണ്. 2 മെത്തേഡും നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ 2 മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 206 206ന്റെ അകത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം. കാരണം ഈ ഫോർമാറ്റ് പഠിച്ചാലേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫോർമാറ്റ് നമ്മൾ മുന്നേ പഠിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ ടൈം എടുത്ത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് എന്താ ആ ഫോർമാറ്റ് പഠിക്കണം. എന്നാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും.
അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും നമ്മൾ അറ്റ് എ ടൈം മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് അക്കൗണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി? നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിക്കുന്ന സമയത്ത് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, നിങ്ങൾക്കൊരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ആണ്. എല്ലാവരും ശ്രദ്ധിക്കാം. നിങ്ങൾ ഒന്നുകിൽ ഇത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പേജ് നോക്കുക. 207 എന്താ കൊടുത്തിരിക്കുന്നത്? പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഈച്ച് പാർട്ട്ണർ ഇഫ് ഫിക്സഡ് മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. രണ്ട് പാർട്ട്ണർ ഉണ്ട് അല്ലെ? ആരൊക്കെയാണ്? റോഹൻ എന്ന് പേരുള്ളതും മോഹൻ എന്ന് പേരുള്ള രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ആ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് ഒന്ന് വരിക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ആസ് ഓൺ 1st January 2013 റോഹൻ 40,000ഉം മോഹൻ എത്രയാണ്? 30,000. ഞാൻ പറഞ്ഞിട്ടു ക്യാപിറ്റൽ ഒരിക്കലും രണ്ടാളും ഈക്വൽ കൊണ്ടുവരണമെന്നില്ല. ഓക്കെ, ഒരാൾ 40,000, ഒരാൾ 30,000. നെക്സ്റ്റ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ടേം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിന് വിഡ്രോ ചെയ്യുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയാം. 3,000ഉം 2,000ഉം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,000, 1,500. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 360, 180. ഷെയർ ഓഫ് പ്രോഫിറ്റ് 5,000, 4,000. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും നമ്മളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നോക്കാം ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ വരച്ചിട്ടുള്ളതാണ് എന്ത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഹെഡിങ് കൊടുത്തില്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും. ഇതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. അതിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എടുക്കുക. അതിൽ നിന്ന് നിങ്ങൾ ക്യാപിറ്റൽ ഉണ്ടല്ലോ, നമ്മുടെ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാ? 40,000ഉം 30,000ഉം. അതിനെ നമ്മൾ ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. എന്താ എഴുതേണ്ടത്? ബാലൻസ് ഡ്രോ ഡൗൺ, അതായത് B/D. എത്ര എമൗണ്ട് വരുന്നത്? റോഹൻ 40,000ഉം മോഹൻ 30,000ഉം. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. കാരണം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്ണറെ ക്യാപിറ്റൽ മാത്രമേ എഴുതാനുള്ളൂ. അപ്പൊ ഇതിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഈക്വൽ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ സൈഡാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അല്ലേ? ഈ സൈഡിലൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ സെയിം രണ്ട് എമൗണ്ട് താഴേക്ക് എടുത്ത് എഴുതാം. 30,000, 40,000. ഇതേ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങോട്ട് എഴുതാം. നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ് ഡ്രോ ഡൗൺ ആണ്. ഈ എമൗണ്ടിൽ നിന്ന് ഈ സൈഡിൽ ഏതെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. ഇവിടെ ഒരു എമൗണ്ടും ഇല്ല, അതുകൊണ്ട് തന്നെ ബാലൻസ് C/D അല്ലെങ്കിൽ ക്യാരി ഡൗൺ എന്ന് പറയും. സെയിം എമൗണ്ട് മാനേജ് എഴുതാം. ഇത്രയുള്ള നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി കറന്റ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്താണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലാണ് എഴുതുന്നത്. എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പിന്നെ ഡ്രോയിങ്സ്, പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് എഴുതുന്നത്? നമ്മുടെ കറന്റ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ആവുന്ന സമയത്ത് ഈ രണ്ട് അക്കൗണ്ടും കൂടി നമുക്ക് ഒരു അക്കൗണ്ടേ ഉണ്ടാവുള്ളൂ. അതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ
ഡ്രോ ഡൗൺ, അതായത് ഈ ക്യാരി ഡൗൺ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണേ. ബാലൻസ് ഡ്രോ ഡൗൺ, അതായത് ഈ അക്കൗണ്ടിലുള്ള 40,000 30,000 ഇല്ലേ, ഇത് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് സൈഡ് ആണ്, ഡ്രോയിങ്സ് എപ്പോഴും ഈ സൈഡാണ് കൊടുക്കേണ്ടത്. ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ നമുക്ക് എത്രയാണ്? 3,000 2,000. നെക്സ്റ്റ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഈ സൈഡാണ് വരിക. ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഈ സൈഡാണ് വരിക. അപ്പൊ ഇൻട്രസ്റ്റ് ഷോർട്ട് ആക്കിയിട്ടാണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് വരുന്നത്? 360 180. ഇനി നമുക്ക് തരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. സ്പെല്ലിംഗ് ഒക്കെ നോക്കണം. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ 5,000 4,000. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഈ അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, കാരണം എത്രയോ തവണ നമ്മൾ ബാലൻസ് ചെയ്തതാണ്. ഓക്കെ, രണ്ട് സൈഡും ആഡ് ചെയ്യാം. ഏത് സൈഡാണ് കൂടുതൽ? ഈ സൈഡാണ് കൂടുതൽ വരുന്നത്. 47,000. ഇവിടെയോ 35,500. സെയിം എമൗണ്ട് ഇങ്ങോട്ട് എഴുതാം. ബാലൻസ് ക്യാരി ഡൗൺ. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുത്തിട്ട് ആഡ് ചെയ്ത് നോക്കാം. ഈ സൈഡാണ് കൂടുതൽ ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ എമൗണ്ട് ഫുൾ മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 36 40 3,320. ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. രണ്ട് സൈഡും ആഡ് ചെയ്യാം. ഈ സൈഡാണ് കൂടുതലുള്ളത്. സോ ഈ സൈഡ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുന്നു. ഈ സൈഡ് ഈ എമൗണ്ട് ഇങ്ങോട്ട് അങ്ങനെ എഴുതുക. ഇനി ഇതിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യുക. ബാലൻസ് C/D എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മളിപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഇത് രണ്ടും ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? ഇത് രണ്ടും ഫിക്സഡ് മെത്തേഡിലാണ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അതായത് ഈ രണ്ട് അക്കൗണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒരൊറ്റ അക്കൗണ്ടിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഫോർമാറ്റ്. ഇതിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF എന്ന് പറഞ്ഞിട്ട് കുറെ കോളംസ് വരുന്നുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? വരയ്ക്കുന്ന സമയത്ത് അതും കൂടി കൂട്ടി വരയ്ക്കണം. ഇവിടെ എന്ത് ചെയ്യാം? ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. അത്രയേ ഉള്ളൂ. എന്തൊക്കെയാ? ബാലൻസ് ഡ്രോ ഡൗൺ ആണ് എഴുതുക. ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,000. ഈ 40,000 20,000. ഡ്രോയിങ്സ് ഈ സൈഡാണ് നമ്മൾ പറഞ്ഞു. ഡ്രോയിങ്സ് എത്രയാണ്? ഡ്രോയിങ്സ് 3,000 2,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 360 180. പിന്നെ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ സൈഡാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ നോക്കാം. 2,000 1,500. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 5,000 4,000. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സെയിം ആൻസർ തന്നെയാണ് എഴുതാം.
ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് C/D